ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ വീട്ടിലൊരു മെമ്പറിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 തവണ കുളിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കുറേ കാലം ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് കുറേ കാലത്തിന് ശേഷം ഇന്നാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ആൾ മേലൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല ചളിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇവനെയാണ് നമ്മളിന്ന് കുളിപ്പിക്കാൻ പോകുന്നത്. ഇവൻ്റെ പേര് ഒസിയ എന്നാണ്. അപ്പോൾ ഇവനാൾ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കൊന്നുമില്ല. ഇപ്പോൾ കുളിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇവനൊരു 5 വയസ്സുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ഇവനെയാണ് കുളിപ്പിക്കേണ്ടത്. ആളിരിക്കുന്നത് കണ്ടില്ല. ഞങ്ങളിന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ്. പൊതുവെ ഇവനെ ഡർസിലാണ് വെക്കാറ് വന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വിചാരിച്ചിട്ടുണ്ട് ഇവനെ കുളിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് മുകളിൽ ഹോളിൽ കൊണ്ടുവച്ചതാണ്. പിന്നെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾ നോക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പാവം. അപ്പോൾ നമുക്കിന്ന് ഇവനെ കുളിപ്പിക്കണം. പിന്നെ ഞാനും മീൻ കൂടിയാണ് ഇന്ന് ഇവനെ മുകളിൽ താഴോട്ട് ഇറക്കുന്നൊരു ചെറിയ വീഡിയോ ആണ്. താഴോട്ട് കുറച്ച് ടാസ്ക്കാണ്. ഒരാൾക്ക് എന്തായാലും ഇവനെ അടുത്ത് താഴോട്ടൊക്കെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബാത്റൂമിലെത്തി. ബാത്റൂമിൽ നിന്നാണ് ഞങ്ങൾ കുളിക്കുക. സാധാരണ നമ്മൾ കുളിക്കൽ പുറത്തുനിന്നാണ്, അതായത് മുറ്റത്തുനിന്നായിരിക്കും കുളിക്കൽ. മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബാത്റൂമിൽ നിന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ആൾ ബാത്റൂമിലാണ് കൊട്ടിയിരുത്തുന്നത്. നന്നായി മനസ്സിലാവുന്നുണ്ട് എന്താണ് ഞങ്ങൾ കുളിക്കാനാണ് പോകുന്നത്. തുറന്നപ്പോൾ ഇറങ്ങി ഓടും. ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചൂടുവെള്ളമാണ് അവന് കുളിപ്പിക്കാൻ എടുക്കുന്നത്. തണുത്ത വെള്ളം എന്തായാലും കുളിക്കാൻ യൂസാക്കലില്ല. പിന്നെ അതൊന്ന് ജസ്റ്റ് തണിയണം. ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായി തണുപ്പിക്കുന്നുണ്ട്. കാരണം നല്ല ചൂട് പറ്റില്ല, പൊള്ളൂലേ. അതുകൊണ്ട് ഞങ്ങൾ നന്നായി തണുപ്പിക്കുന്നുണ്ട്. പിന്നെ മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് അവനെ നന്നായിട്ടൊന്ന് നനയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഇതാണ്. സിൽക്കി പറഞ്ഞൊരു ഷാമ്പു ആണ്. സാധാരണ ഇത് തന്നെയാണ് എനിക്ക് കുളിക്കാൻ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ മതി. പിന്നെ ഞാൻ ജസ്റ്റ് മഗ്ഗിലെടുത്തിട്ട് ജസ്റ്റ് ഷാമ്പു കലക്കി ഒഴിച്ച് ദേഹം മൊത്തം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ല, ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ അവൻ കിടന്ന് പുറത്തേക്ക് വരാണ്. അപ്പോൾ പുറത്ത് ഇറക്കി കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടോ പുറത്ത് ചാടിയൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ സ്കൂട്ടിയിൽ നിന്ന് ഇറക്കാണ്ട് പുറത്തുനിന്ന് തന്നെ വാല് പിടിച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ തലയൊക്കെ നന്നായി പുറമൊക്കെ നന്നായി മസാജ് ചെയ്ത് ഷാമ്പു ഇട്ട് ഞാൻ എൻ്റെ കയ്യിലും കുറച്ച് ഷാമ്പു അപ്ലൈ ചെയ്തിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. ആളങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. അങ്ങനെ ഇറങ്ങി ഓടുമെന്നുള്ള പേടിയാണ്. അങ്ങനെ കാട്ടി കളിക്കൊന്നുമില്ല. പക്ഷെ ഇറങ്ങി ഓടിയാൽ നമുക്ക് പിടിക്കാൻ കഴിയില്ല. നന്നായി ഇരുന്നൊക്കെ തരുന്നുണ്ട് കേട്ടോ കുളിപ്പിക്കാൻ. ഞാൻ തന്നെ എടുത്ത് കൊടിയൂ മേലൊക്കെ ആക്കൂ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് ഇങ്ങനെ ഡ്രൈ ആയി പോകുമ്പോൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും. ബോഡിയൊക്കെ എന്താ അറിയില്ല, അന്ന് നന്നായി കാണിച്ചു തരുന്നുണ്ട്. പൊതുവെ അങ്ങനെ കാണിച്ചു തരാറില്ല. അങ്ങനെ ചാടി കളിക്കും ഓടിക്കളിക്കും. കാലൊക്കെ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. വയറ് തേച്ച് കൊടുക്കുന്നുണ്ട്. വാല് പിടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അവൻ പിടിച്ച് മാന്തിയാലോ വിചാരിച്ചിട്ട്.
പിന്നെ ഞാൻ ഷാമ്പ് എടുക്കുന്നുണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ. ആ ഷാമ്പ് അവന് കഴിക്കാനുള്ള എന്തെങ്കിലും ആണോ വിചാരിച്ചിട്ടാണ്. ഞാൻ വലിച്ചു നോക്കി അവൻ്റെ ഫേസ് ഒന്ന് പൊന്തിക്കാൻ കാണിച്ചു തരാൻ ക്യാമറയ്ക്ക് നേരെ, പക്ഷെ അവൻ നിന്ന് തരുന്നില്ല. എത്ര വലിച്ചിട്ടും ഭയങ്കര പവറാണ്, മസിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഭയങ്കര ശക്തിയാണ്, നമ്മൾ പിടിച്ചാലൊന്നും കിട്ടില്ല, എത്ര വലിച്ചു വയ്ക്കാലും കിട്ടില്ല. അവിടെ ഇരുന്നാൽ പിന്നെ അവിടെ തന്നെ അവൻ തന്നെ വിചാരിക്കണം അവൻ നീങ്ങണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ജസ്റ്റ് പുറമൊക്കെ ഒന്നുകൂടി നന്നായി മസാജ് ചെയ്ത് കൊടുത്ത്, കാലൊന്നും വലിച്ചിട്ട് കിട്ടണില്ല, തരൂലാന്ന്. പക്ഷെ എന്നാലും ഞാൻ കുളിപ്പിക്കും. ഞാൻ കഴുത്തൊക്കെ തേച്ച് കൊടുക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ വരുന്നില്ല. ഒന്നാമത് വെള്ള അലർജിയാണ്, അതാണ് പ്രശ്നം മെയിനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ജസ്റ്റ് മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മേലൊക്കെ. പുറത്തൊക്കെ ചാടും, എന്തായാലും ചാടും. പിന്നെ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് പുറത്തേക്ക് ചാടാൻ നിൽക്കുക. പുറത്തുമ്മ വന്ന് നിൽക്കുന്നുണ്ട്, കാരണം അവൻ ചാടി അവനെ കൂട്ടിലാക്കണമല്ലോ. നേരത്തെ ഫസ്റ്റ് ഒരു തവണ ചാടിപ്പോയി, പിന്നെ ഞങ്ങൾ പിടിച്ചു കൊണ്ടാന്ന് വീണ്ടും കൂട്ടിലിട്ടതാണ്. പിന്നെ തലയിൽ വെള്ളം ഒഴിക്കാനാണ്. അത് വെള്ളം തട്ടിയാൽ അവൻ തന്നെ പൊടിഞ്ഞോളൂ, വേറെ ആരാ സഹായം അവന് ആവശ്യമില്ല. പിന്നെ എനിക്കങ്ങോട്ട് മതിയായില്ല കുളിപ്പിച്ചിട്ട്, അതാണ് ഞാൻ പിന്നെയും എടുത്ത് കുളിപ്പിക്കുന്നത്. കാരണം വൃത്തിയാവണമല്ലോ. കാരണം ഇനി എപ്പോഴും അവനെ കുളിപ്പിക്കാൻ കിട്ടാന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് മടിയാണ്. അവനിന്ന് കുളിച്ചാൽ അവൻ്റെ ഭാഗ്യമാവും, പിന്നെ ഞാൻ കുളിപ്പിക്കില്ല. കാരണം ഇവിടെ കുളിപ്പിക്കാൻ ആരുമില്ല, അതാണ് മെയിൻ. ഇവിടെ ബോയ്സോ ആണുങ്ങളോ ആരുമില്ല, നോക്കിയവർക്കും വേണ്ട വാങ്ങിയവർക്കും വേണ്ട. അപ്പം കുറേ ദിവസം ഇവിടെ ഇല്ലായിരുന്നു, വീട്ടിലൊന്നും ഇല്ലായിരുന്നു. പുറത്ത് ഒരു ഫാമിലി റിലേറ്റീവ് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. ഫുൾ ചളിയാണ്, അപ്പം തന്നെ മനസ്സിലാക്കും. പക്ഷെ നല്ല മോനാണ്, നല്ല അടങ്ങി ഇരിക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തല പൊക്കി കാട്ടി തരുന്നത്, കണ്ടില്ലേ? നല്ല കുട്ടിയാണ്. പിന്നെ അവിടെയൊക്കെ തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ കഴുത്തിൻ്റെതായൊക്കെ. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര ടൈം വേണമെങ്കിലും അവൻ അവിടെ വെച്ച് തരും. എങ്ങനെയുണ്ട്? വീഡിയോ കുറച്ച് ലെങ്തായി പോയില്ലേ? എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇത്രയും ടൈം എടുത്ത്. കാരണം ഇവന് ഓടോ ചാടോ മാന്തോ എന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയി പോയത് വീഡിയോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, ഞങ്ങൾ നിന്നും കുളിക്കുമെന്നാണ് അവൻ കാണിച്ചിരുന്നത്. അതിൽ ഫുള്ള് ഷാമ്പായതുകൊണ്ട് നന്നായി വെള്ളം ഒഴിച്ച് കഴുകണം, അല്ലെങ്കിൽ അതൊക്കെ നല്ല രോമത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കും. എനിക്ക് കുളിപ്പിച്ചിട്ട് മതിയായില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും മുഖമൊന്നും അത്ര അത് കാണിച്ചിരുന്നില്ലേനു.
ഇനി ഞാൻ ഷാമ്പു എടുത്ത് വീണ്ടും തേച്ച് ഞാൻ വല്ല പനി പിടിക്കുമോ എനിക്കറിയില്ല. ഇത്രയും ഇന്ന് കുളിച്ചിക്കണേ. എൻ്റെ ചെവിയിൽ വെള്ളം കയറരുത്, സോപ്പ് കയറരുത്, അതുകൊണ്ടാണ് കുറച്ച് മെല്ലെ കുളിപ്പിക്കുന്നത്. കാരണം അടിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എപ്പോഴാ ചാടി പുറത്തേക്ക് ഓടാന്ന് പറയാൻ പറ്റില്ല. വയലൻ്റാണ് ആൾ. ഇതിലിപ്പം തരട്ട് നോക്കുന്ന ചാടാനൊരു ചാൻസ് കിട്ടിയാൽ അവൻ ചാടും. നിങ്ങളെ വീട്ടിലെ പൂച്ചയൊക്കെ എത്രയും ടൈം എടുക്കുമോ കുളിപ്പിക്കാൻ? ഞങ്ങൾ നന്നായി കുളിച്ചിട്ടുണ്ട്. ഷാമ്പൊക്കെ തേച്ച് അടിപൊളിയായിട്ട് കുളിച്ചിട്ടുണ്ട്. ഇനി ഒരു കൊല്ലത്തേക്ക് ഇനി കുളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും ടൈം എടുത്ത് കുളിച്ചിട്ടുണ്ട്. എന്നാൽ പേടിയാണ്, സ്പീഡിൽ കുളിപ്പിച്ച് ഇറക്കാൻ സമ്മതിക്കില്ല. ഒന്നാമത് ആണ്. അപ്പം മെല്ലെ മെല്ലെ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒക്കെ നിന്നൊക്കെ തരുന്നുണ്ട് എനിക്ക് കുളിപ്പിക്കാൻ. അറിയില്ല, ഈ വാലെനിക്ക് ഭയങ്കര, വാലിലൊക്കെ നല്ല ചളിയാണ്, അത്യാവശ്യം നല്ല ചളിയുണ്ട്. എന്നാൽ ഈ വാലിട്ടാലോ നിലത്തെ കൂടെയൊക്കെ പോകുന്നത്. കണ്ടോ, ആണ് പ്രശ്നം. എടുത്ത് മാന്തും. എനിക്ക് പേടിയാണ്. ഒന്നാമത് വിളിച്ചിട്ടൊന്നും ഒരനക്കില്ല. ഇരുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ ഞാനെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഷാമ്പിൻ്റെ ഭാഗത്തൊക്കെ പോകണ്ടേ. അപ്പോൾ നിങ്ങളെ വീട്ടിലും പൂച്ച ഉണ്ടാവും. അവൻ തന്നെ കുടിയും. വേറെ ഒരാളാവശ്യമില്ല എനിക്ക്. പിന്നെ അടുത്ത് നിൽക്കുന്നത് ഉമ്മാണ് കേട്ടോ. ഉമ്മക്ക് നല്ല പേടിയാണ്. അങ്ങനെ കുളിപ്പിക്കൊന്നുമില്ല. കാരണം ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ്. ഇവൻ സമ്മതിച്ചു തരില്ല. ഞാൻ നന്നായിട്ട് ഷാമ്പൊക്കെ കൈ കൊണ്ട് തന്നെ ഇളക്കി കഴുകി കൊടുക്കുകയാണ്. കാരണം പറ്റി പിടിക്കണ്ട വിചാരിച്ചിട്ട്. തലയിലൊക്കെ മിക്കവാറും ചെവിയിലൊക്കെ വെള്ളം ഞാനാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം ഞങ്ങളെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിന്. പിന്നെ അവൻ്റെ വെള്ളം തീർന്നു പോയി. അപ്പം അമ്മ പിന്നെയും ചൂടാക്കാൻ വേണ്ടിയിട്ട്, കാരണം അവൻ പച്ചവെള്ളത്തിൽ കുളിക്കില്ല. പച്ചവെള്ളത്തിൽ കുളിച്ചാൽ പിന്നെ തീരെ അടങ്ങി നിൽക്കില്ല. അതുകൊണ്ട് വീണ്ടും ചൂടുവെള്ളം എടുക്കാൻ പോയതാണ്. കുറച്ച് ലേറ്റായി, ടൈം എടുത്ത്. വെള്ളം തീർന്നു പോയി. പിന്നെ ഞാൻ ഫേസ് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ അവൻ്റെ ഫേസ് ഇട്ട് ഒരുത്തി വീണ്ടും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകണം അല്ലേ. നമ്മൾ ഫേഷ്യൽ വരെ നമ്മൾ ചെയ്യും മുഖമൊക്കെ. എന്താ
പനി പിടിക്കുമോ എന്ന് എനിക്കറിയില്ല, കാരണം അത്രയും ടൈം എടുത്തിട്ട് ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഞാൻ വീണ്ടും കുളിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും കുളിപ്പിക്കണം, കാരണം ചാടയൊന്നും പോയിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല പേടിയാണ്. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ടൈം എടുത്തിട്ട്, അതാണ് വീഡിയോ ഇത്ര ലാഗായിപ്പോയത്. പിന്നെ നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെയും കുളിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവനെ പിന്നെ ഞാൻ കുളിപ്പിക്കില്ല. കാരണം ഇനി കുളിപ്പിക്കാൻ കുറേ ടൈം എടുക്കും. ഒരു എന്തായാലും ഒരു 3-4 മാസം എന്തായാലും കഴിയും. അതുവരെ ഞാൻ കുളിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഈ കുളിക്കുന്നത്. ഇല്ലാണ്ട് ഫേസ് കണ്ടില്ല, കുളിച്ചോണ്ടാണ് ഇങ്ങനെ കുളിപ്പിക്കുന്നത്. ഇനി കുറച്ച് ഇത് ഉണങ്ങിയാൽ അടിപൊളിയായിരിക്കും. ആൾ വലിച്ചാലൊന്നും വരില്ല, നീങ്ങാനും വരില്ല. ഫുൾ കുളിയുണ്ട് കേട്ടോ, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലാഗായിപ്പോയത്. ഞാൻ ഇത്ര ആവുന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ എടുത്ത് വന്നപ്പോൾ കുറേ ആയിപ്പോയി. കാലൊന്നും തേക്കാൻ തരില്ല, കാരണം അവനങ്ങോട്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ടാണ് പോവുക. വയറൊക്കെ നന്നായി കുളിപ്പിക്കണം, കാരണം വയറ്റിലൊക്കെ നല്ല ചളിയുണ്ട്. അത്യാവശ്യം നല്ല ചളിയുണ്ട്, പക്ഷെ നിന്നിരുന്നുണ്ട് കേട്ടോ. നോക്കുന്നുണ്ട്, എനിക്കെന്തോ കഴിക്കാനെന്തോ തരാണെന്നാണ്. നമ്മൾ ചാമ്പെടുക്കുന്നത് കണ്ടിട്ട് നോക്കാണ്. ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എവിടെയും തേക്കാനൊന്നുമില്ല, ഞാൻ എല്ലാ സ്ഥലവും കവർ ചെയ്തേക്കണം. ഞാൻ മെല്ലെ കുളിപ്പിക്കാൻ ചെയ്യുമ്പോൾ മാന്തിക്കാവും, അതാ പ്രശ്നം. അപ്പോൾ മാന്തു ഇറങ്ങി ഓടും, വയലൻ്റ് ആവും. അപ്പോൾ അതാണ് കുറച്ച് സ്ലോ ആയിട്ട് മെല്ലെ കുളിപ്പിക്കുന്നത്. ഇനി വെള്ളം നന്നായി ഒഴിക്കുക, കാരണം നന്നായിട്ട് ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇവൻ കിടന്ന് കൊടിക്കും, ബാക്കിയുള്ളവരെ മേലൊക്കെ ആവും. അതൊന്നും നമ്മൾ നോക്കണ്ട, പക്ഷെ നമുക്ക് കുളിപ്പിച്ചല്ലേ പറ്റുള്ളൂ. നന്നായി വെള്ളം ഒഴിച്ച് ഷാമ്പൊക്കെ നന്നായി പോക്കണം. നിൽക്കുന്നുണ്ടില്ലേ, വാവ്. വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇറങ്ങി ഓടാൻ നോക്കുക മെയിനായിട്ട്. പൂട്ടിയിട്ട് കുളിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഓടാൻ കഴിയില്ലല്ലോ. നോക്കാണ് മേലോട്ട് ചാടാൻ പറ്റുമോ. അടുത്തൊരു തവണ ചാടിപ്പോയി.
ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചാലും അങ്ങനെ ഷാമ്പു ഒന്നും ഇളകി പോകില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി പോക്കണം. വയറ് കൈയൊക്കെ ഇപ്പോഴാണ് കാണിച്ചത്. നേരത്തെ ഒന്നും നല്ലപോലെ കാണിച്ചൊന്നുമില്ല. ഞങ്ങൾ നിന്ന് കുളിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. നന്നായി കാണിച്ചിരുന്നുണ്ട്. കുറേ ടൈം നന്നായി നിന്ന് കാണിച്ചിരുന്നുണ്ട്. പാവം. പക്ഷെ ചാടാൻ നോക്കാട്ടോ മേലോട്ട്. എനിക്ക് വേണ്ടി നിന്നേനൊന്നല്ല. അങ്ങോട്ട് ചാടാൻ ഗ്യാപ്പ് കിട്ടിയാൽ അവൻ ചാടും. ഞാൻ പൂട്ടിയിട്ടാണ്, കാരണം പൂട്ടിയിടാണ്ട് വെള്ളം ഒഴിച്ചിറങ്ങി ഓടും. വെള്ളം തീർന്നു പോയിരുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേനു, വെള്ളം തീർന്നിട്ട് വീണ്ടും വെള്ളം ചൂടാക്കി അത് ഞാൻ പിന്നെയും തണുപ്പിച്ച് വീണ്ടും ഒഴിക്കുകയാണ്. നേരത്തെ ഒഴിച്ച വെള്ളമൊന്നും മതിയായില്ല, കാരണം കുറേ കാലത്തിന് ശേഷമുള്ള കുളിയാണ്. ഇനി കുറേ കാലത്തേക്ക് കുളിയില്ല. ഒന്നാമത് ഇടയ്ക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വെള്ളം ഒഴിക്കാനൊക്കെ നിന്ന് തരുന്നുണ്ട്. ഇങ്ങനെ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ നിന്ന് തന്നിട്ടില്ല. അറിയാം വീഡിയോ എടുക്കാനാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് നല്ല കുട്ടിയായിട്ട് നിന്ന് തരുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഇറങ്ങി ഓടേണ്ട ടൈമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. തലയിലൊക്കെ നല്ല സോപ്പുണ്ട്. അപ്പോൾ അത് ഷാമ്പു തലയിൽ വെള്ളമൊക്കെ അവൻ തന്നെ അവൻ്റെ ചെവി രണ്ടും പൊത്തി വെക്കുന്നുണ്ട്, കാരണം വെള്ളം അതിലേക്ക് പോവാതിരിക്കാൻ. അത്യാവശ്യം ഷാമ്പു ഒക്കെ പോയി കഴിഞ്ഞിരിക്കണ്.
എന്നാലും ഞാൻ ഒന്നുകൂടെ കുറേ തവണ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കാണ്. ഇനി എവിടെയും സോപ്പിൻ്റെ പദമൊന്നുമില്ല, കംപ്ലീറ്റ് സോപ്പല്ല ഷാമ്പൂൻ്റെ പദമൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് കഴുകി റെഡിയായി. ഞങ്ങൾ ടവലെടുത്ത് നന്നായി തുടച്ചെടുക്കുന്നുണ്ട്. കാരണം തലയിലൊക്കെ നന്നായി വെള്ളം പിടിക്കും, അപ്പം നന്നായി തുടച്ചു കൊടുക്കണം. കാരണം പനി വരും, ഒന്നാമത് പുറത്ത് മഴയും. തുടയ്ക്കാനൊക്കെ നിന്നിരുന്നുണ്ട് കേട്ടോ. എന്തോ ഇതിനു മുമ്പ് ഇവന് ഇങ്ങനെ നിന്ന് തന്നിട്ടേ ഇല്ല. ഇതിനു മുമ്പ് 2 തവണ ഞാൻ കുളിപ്പിച്ചപ്പോഴും നിന്ന് തന്നിട്ടില്ല. പക്ഷെ ഇപ്പം എന്താണ് ഇവൻ നിന്ന് വരുന്നത് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞങ്ങൾ ഒസിയാൻ സെറ്റായിക്കണേ, അടിപൊളിയായി കുളിച്ച് റെഡി ആയിക്കണേ. ഇനി വേണ്ടത് ഇത് ജസ്റ്റ് ഡയർ യൂസ് ചെയ്ത് ഉണക്കി കുഴച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാരി കൊടുക്കണം. ചേർപ്പ് യൂസ് ചെയ്തിട്ട് ഹെയറൊക്കെ നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്യണില്ല, കാരണം ഇതന്നെ കുറേ വീഡിയോ ആയി, ലോങ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇനി ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പറ്റുകയാണെങ്കിൽ വേറൊരു വീഡിയോ എടുത്ത് അതിൽ ആഡ് ചെയ്യുന്നതാണ്. ഹൈ, എങ്ങനെയുണ്ട് കാണാൻ? ഒസിയാൻ അടിപൊളിയല്ലേ? ഞങ്ങളെ കുളി കഴിഞ്ഞ്, ഞങ്ങളെ കുളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊന്നും മറക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ.